ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ ടേസ്റ്റിലുള്ള ഉരുളക്കിഴങ്ങ് മസാലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതവിടെ 3 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അങ്ങനെ ഞാൻ ഇതവിടെ ഉരുളക്കിഴങ്ങെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ ഇത് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പ് കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കാം. ഞാൻ ഇതവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എത്രത്തോളം വേണോ എരിവ് എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ആദ്യം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ഇത് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് മുഴുവനും ഇട്ട് കൊടുത്തതിന് ശേഷമാട്ടോ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണ് 3 ടീസ്പൂൺ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല പൊടിയാണ്. ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിവിടെ വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ. അപ്പോൾ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് നമ്മുടെ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അന്നേരം ആ ഒരു കറിയുടെ ഒരു ടേസ്റ്റ് മാറിപ്പോവേ. അങ്ങനെ ഞാൻ ഇതിവിടെ വറുത്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതവിടെ ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറയാൻ വിട്ടുപോയത് കേട്ടോ, 1/4 ഭാഗം വരെ വേവിച്ചെടുത്താൽ മതിയേ. എന്നിട്ട് മുഴുവനും ഞാൻ ഇതവിടെ വെള്ളത്തിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെളിച്ചെണ്ണ ഇതവിടെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിനെ 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറൊന്നും അങ്ങ് മാറി വരുമൊന്നും വേണ്ട കേട്ടോ. 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഇതിവിടെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് അത് പൊട്ടി വരുന്ന ശേഷം ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാട് സമയമൊന്നും വഴറ്റണ്ട കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഞാൻ കറിവേപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ച് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാള കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് കനം കുറച്ചിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കണും അമർത്തണം. അങ്ങനെ നമ്മുടെ സവാള നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ്. അങ്ങനെ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിവിടെ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ പൊടിയില്ലേ അത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഞാൻ ഇതിവിടെ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് അരച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ അരച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിവിടെ പൊടികളെല്ലാം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി തുറന്ന് നോക്കാം. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയും സവാളയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നമ്മുടെ അരപ്പില്ലേ അതുകൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പൊടികൾ അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പുണ്ടാവും കേട്ടോ. എന്നിട്ടിത് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എന്താ പറയുക, വെള്ളം ഒഴിച്ചിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു ടൈമിൽ ഇതിൻ്റെ ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഞാൻ ഇതിവിടെ വീണ്ടും മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്, ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതൊരു 2 മിനിറ്റിന് ശേഷം ഒന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങില്ലേ അതുകൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അങ്ങനെ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം കറി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കറിവേപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിവിടെ മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി ഈ ഒരു ലൂസ് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഇറക്കി വെച്ച് എന്താ പറയുക, സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കറി ഒന്ന് കുറുകി വരും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഉരുളക്കിഴങ്ങ് മസാലക്കറി ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇറച്ചിക്കറിക്ക് തുല്യമായിട്ടുള്ള കറി തന്നെയാണ് കേട്ടോ. അത്രയും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, അത്രയും ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കാൻ മറന്നു പോകരുത്. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്.